മലയാള വിസ്മയം. ഇത് മറുനാടിൻ്റെ മലർവാടി. മലയാള വിസ്മയത്തിന്റെ ഇത്തവണത്തെ അതിഥി പ്രശസ്ത ഗായകൻ രാകേഷ് ബ്രഹ്മാനന്ദിന് ഹൃദയം നിറഞ്ഞ സ്വാഗതം. എല്ലാവർക്കും നമസ്കാരം. മലയാളം വിസ്മയം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എനിക്കൊരു അതിഥിയായി വരാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. താങ്കളുടെ മറുനാടിന്റെ അനുഭവങ്ങൾ ഞങ്ങളോട് പങ്കുവയ്ക്കാമോ? തീർച്ചയായിട്ടും. ഒരു മറുനാടൻ മലയാളിയായിട്ട് എൻ്റെ ജീവിതത്തിലെ ബഹുഭൂരിപക്ഷം സമയവും ചെലവഴിച്ചു എന്നുള്ളതാണ്. എൻ്റെ കുട്ടിക്കാലം ചെന്നൈയിലായിരുന്നു. ചെന്നൈയിൽ നിന്ന് ഏകദേശം ഒരു 10-13 വയസ്സുള്ളപ്പോൾ ഞങ്ങൾ നാട്ടിലേക്ക് താമസം മാറി. തിരുവനന്തപുരത്ത് അച്ഛൻ്റെ തറവാട്ടിലേക്ക് താമസം മാറി. കുറേ കാലം തിരുവനന്തപുരത്തും അച്ഛൻ്റെ തറവാടും ഒക്കെ ആയിട്ട് കുറേ കാലം ജീവിച്ചു. പിന്നീട് ജോലി അന്വേഷിച്ച് ചെന്നൈയിലേക്ക് പോയി, പഠനം കഴിഞ്ഞിട്ട്. അങ്ങനെ അവിടെ ഒരു കുറച്ച് മാസങ്ങൾ ജോലി ചെയ്തു. തിരിച്ച് ട്രിവാൻഡ്രത്തേക്ക് തന്നെ തിരിച്ചു വന്നു. എന്നിട്ടാണ് ഞാൻ ഒരു പാട്ടുകാരൻ ആകാനുള്ള, അല്ലെങ്കിൽ വേദികളിൽ പാട്ടുകൾ പാടാനുള്ളൊരു സാഹചര്യം ഒരുങ്ങി വന്നത്. അങ്ങനെ കുറേ വേദികൾ പാടി. ബ്രഹ്മാനന്ദൻ്റെ മകൻ പാടുന്നു എന്ന് അച്ഛനെ ഇഷ്ടപ്പെടുന്നവർ അറിഞ്ഞപ്പോൾ അവരെന്നെ കൂടുതൽ അറിയാനായിട്ട് ആഗ്രഹിച്ചു. കുറേ പാട്ടുകൾ പല വേദികളിലായിട്ട് പാടാനുള്ള അനുഗ്രഹം ഉണ്ടായി. ആ കാലയളവിലാണ് അച്ഛൻ മരണപ്പെടുന്നത്. അതിനുശേഷം അച്ഛനോടുള്ള താല്പര്യം എന്നിലേക്ക് വരികയും കേരളത്തിലും വിദേശത്തുമൊക്കെ ഒരുപാട് പരിപാടികളിൽ അച്ഛൻ്റെ പാട്ടുകൾ പാടിത്തുടങ്ങി. പിന്നീട് എൻ്റേതായ പാട്ടുകളും ഞാൻ പാടി പല വേദികളിലും പരിപാടികൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ ഓണക്കാലം പറയുകയാണെങ്കിൽ എപ്പോഴും നമ്മൾ പരിപാടികളിലായിരിക്കും. വിദേശത്തോ അല്ലെങ്കിൽ ഇന്ത്യക്കുള്ളിൽ മറ്റേതെങ്കിലും സംസ്ഥാനത്തോ ഒക്കെ ആയിരിക്കും നമ്മുടെ ഓണം മിക്കവാറും ഒക്കെ. പറഞ്ഞു വരുന്നത്, മറുനാടനായി തന്നെയാണ് ജീവിതത്തിൽ കൂടുതൽ സമയം ജീവിച്ചിട്ടുള്ളത്. അതൊരു നല്ല അനുഭവമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമുക്കൊരുപാട് യാത്ര ചെയ്യാം, ഒരുപാട് പുതിയ പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കാം, പുതിയ പുതിയ ആളുകളെ പരിചയപ്പെടാം. ഇപ്പം നമ്മൾ നാട്ടിൽ ജീവിക്കുമ്പം ആ നാടും ആ നാട്ടുകാരും ആ നാടുമായി ചുറ്റിപ്പറ്റിയുള്ള കഥകളും വിശേഷങ്ങളൊക്കെയാണ് കൂടുതൽ അറിയുന്നത്. നമ്മൾ യാത്ര ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ മറ്റൊരു സംസ്ഥാനത്തോ രാജ്യത്തേക്കോ താമസിക്കുമ്പോൾ നമ്മുടെ സംസ്കാരത്തോടൊപ്പം തന്നെ പുതിയൊരു സംസ്കാരം കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ സംസ്കാരം എന്ന് പറയുമ്പോൾ അവരുടെ ജീവിതശൈലികൾ, അവർ മുറുകെ പിടിക്കുന്ന ചില ഹ്യൂമൻ വാല്യൂസ്, ഭക്ഷണ സംസ്കാരം, അവരുടെ ചിന്ത, അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ നമുക്ക് പുതിയ അറിവ് നേടാൻ സാധിക്കും. അങ്ങനെ ഒരു സുഖമുള്ള ജീവിതമാണ് മറുനാടൻ ജീവിതം. തമിഴ്നാട്ടിൽ ജനിച്ചതുകൊണ്ട് പഠനമൊക്കെ തമിഴിലാണോ മലയാളത്തിലാണോ നടന്നത്? അമ്മയുടെ നാട് കൊല്ലമാണ്. കൊല്ലത്ത് ആണ് ഞാൻ ജനിച്ചത്. ജനിച്ച ദിവസങ്ങൾ കഴിഞ്ഞിട്ട് തന്നെ ഞാൻ ചെന്നൈയിലേക്ക് പോയി. അച്ഛൻ്റെ കർമ്മമേഖല, അച്ഛൻ്റെ കൂടുതൽ ജോലികൾ നടന്നിരുന്നത് ചെന്നൈയിലായിരുന്നു. അപ്പം ഞാനും അമ്മയും എൻ്റെ പെങ്ങളും എല്ലാം ചെന്നൈയിലായിരുന്നു കുറേ കാലം. അവിടെ ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് പഠിച്ചത്. പക്ഷേ തമിഴ് നന്നായിട്ട് പഠിക്കാനുള്ളൊരു സാഹചര്യം ഒരുങ്ങിയിരുന്നു. ചുറ്റും തമിഴിൽ സംസാരിക്കുന്ന കൂട്ടുകാരായിരുന്നു. പിന്നെ ഞാൻ ഒരു 7ാം ക്ലാസ് മുതൽ തമിഴ് ഒരു ലാംഗ്വേജ് ആയിട്ട് തന്നെ സ്കൂളിൽ പഠിച്ചിരുന്നു. അങ്ങനെ എഴുതാനും വായിക്കാനും ഒക്കെ പഠിച്ചു. അത് എനിക്ക് ഒരുപാട് ഗുണം ചെയ്തു. അത് തമിഴ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും. പിന്നെ പിൽക്കാലത്ത് ഞാനൊരു പാട്ടുകാരനായി മാറിയപ്പോൾ തമിഴ് പാട്ടുകൾ അതിൻ്റെ ഡിക്ഷൻ ഏകദേശം നമുക്ക് കറക്റ്റ് ചെയ്ത് പാടാനൊക്കെ സഹായിച്ചിരുന്നു. എഴുതിയെടുക്കാൻ, പാട്ട് കേട്ടാൽ അതേപോലെ എഴുതാനും അതിനെ എന്താണെന്ന് മനസ്സിലാക്കി പാടാനൊക്കെ ഉള്ളൊരു സാഹചര്യം തരപ്പെട്ടു വന്നത് തമിഴ് പഠിച്ചുകൊണ്ടാണ്. എൻ്റെ പാട്ട് ബുക്കിൽ ഞാൻ മലയാളം പാട്ടുകൾ മലയാളത്തിൽ തന്നെയാണ് എഴുതുന്നത്. അതുപോലെ തമിഴ് പാട്ടുകൾ തമിഴിൽ തന്നെയാണ് എഴുതുന്നത്. അപ്പോൾ എന്നോടൊപ്പം പാടാൻ വരുന്നവർ ഇപ്പോൾ എൻ്റെ ലിറിക് ബുക്കൊക്കെ കാണേണ്ടി വന്നാൽ അവർ പെട്ടെന്ന് തമിഴിലാണ് എഴുതിയിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഞാൻ അതെ, കുറച്ച് നേരം ഇങ്ങനെ കൊള്ളാമല്ലോ എന്ന് പറഞ്ഞ് ആ ഒരു മൊമെൻ്റ് ഓഫ് സർപ്രൈസിൽ എനിക്കൊരു ചെറിയൊരു സുഖം തോന്നാറുണ്ട്. തമിഴ് അപ്പോൾ അങ്ങനെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ
എപ്പോഴാണ് മലയാളം എഴുതാനൊക്കെ പഠിച്ചത്? വീട്ടിൽ സംസാരം മലയാളം തന്നെയാണ് നിർബന്ധമായി. അച്ഛനും അമ്മയും എല്ലാവരും മലയാളം തന്നെയാണ് സംസാരിക്കുന്നത്. ഇപ്പോൾ ചില കുടുംബങ്ങളിൽ മലയാളിയാണെങ്കിലും മറ്റു രാജ്യങ്ങളൊക്കെ പോകുമ്പോൾ അവർ ചിലപ്പോൾ മലയാളം സംസാരിക്കാറില്ല. അതുകൊണ്ട് പറഞ്ഞതാണ്. മലയാളം ഒരുപക്ഷെ എനിക്ക് മനസ്സിലായി വന്നത് വളരെ വൈകിയാണ്. ഈവൻ ഞങ്ങൾ ചെന്നൈയിൽ നിന്ന് താമസം മാറി നാട്ടിലേക്ക് വന്നപ്പോഴാണ് എനിക്ക് ശരിക്കും അച്ഛൻ ആരാണെന്ന് മനസ്സിലായത്. കാരണം അവിടെ അച്ഛൻ്റെ സുഹൃത്ത് ഇപ്പോൾ പി ജയചന്ദ്രൻ അങ്കിള്, മറ്റ് അച്ഛൻ്റെ മ്യൂസീഷ്യൻസായ സുഹൃത്തുക്കൾ, പ്രൊഡ്യൂസേഴ്സ്, ഡയറക്ടേഴ്സൊക്കെ വരുമ്പോൾ എനിക്കറിയാം അച്ഛൻ പാട്ടുകാരനാണെന്ന് അറിയാം. പക്ഷേ അച്ഛൻ്റെ പാട്ടുകൾ കൂടുതൽ കേൾക്കാനും അച്ഛൻ ആരാണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു സാഹചര്യം ഒരുങ്ങിയത് നാട്ടിലേക്ക് വന്നപ്പോഴാണ്. ശരിക്കും ഞാൻ വളരെ അത്ഭുതം തോന്നിയ കുറേ മുഹൂർത്തങ്ങളുണ്ടായിട്ടുണ്ട്. അച്ഛനോടൊപ്പം ഞാൻ പ്രോഗ്രാംസിനൊക്കെ പോകുമ്പോൾ അച്ഛൻ കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ജനം തടിച്ചുകൂടി അച്ഛന് നടക്കാൻ പറ്റാത്ത രീതിയിലേക്ക് അച്ഛനെ പൊതിയുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ അച്ഛനെ പുറകെ ഒരു വാല് പോലെ ഇങ്ങനെ കുറേ ആൾക്കാർ നടക്കും, ഒരു കാര്യമില്ലാതെ. അപ്പോൾ അതൊക്കെ ഞാൻ ആലോചിക്കാറുണ്ട്, ഇതെന്താ ഇത്. അപ്പോഴാണ് മനസ്സിലായി ശരിക്കും അച്ഛൻ മലയാളികൾക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പാട്ടുകാരനായിരുന്നു. ഞാൻ ചെറിയ പ്രായമാണ്, അപ്പോൾ അത് മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധിയില്ലായിരുന്നു. പിന്നീട് സ്ഥിരമായി നാട്ടിൽ താമസം മാറിയ ശേഷമാണ് അച്ഛൻ്റെ പാട്ടുകൾ കൂടുതൽ കേൾക്കാനും അച്ഛനെ ഇഷ്ടപ്പെടുന്നവരുമായിട്ടൊക്കെ സംസാരിച്ചു തുടങ്ങിയപ്പോഴാണ് അച്ഛൻ ആരാണെന്നും അച്ഛൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്നും അച്ഛൻ എത്രത്തോളം മലയാളികളുടെ ഹൃദയങ്ങളിലേക്ക് ചേക്കേറിയിട്ടുണ്ടെന്നൊക്കെ എനിക്ക് അറിയാൻ സാധിച്ചത്. അപ്പോൾ മലയാളം വീട്ടിൽ അതുപോലെ തന്നെയാണ്. മലയാളം വീട്ടിൽ സംസാരിക്കും എങ്കിലും തമിഴാണ് ആദ്യം പഠിച്ചത്. അപ്പോൾ പുറത്ത് സുഹൃത്തുക്കൾ തമിഴ് സംസാരിക്കുന്നു, വീട്ടിൽ മറ്റ് അയൽവാസികൾ തമിഴിൽ സംസാരിക്കുന്നു, പുറത്തിറങ്ങും തമിഴിൽ സംസാരിക്കുന്നു. അപ്പോൾ കൂടുതലും തമിഴാണ് വഴങ്ങിയത്. പിന്നെ സ്കൂളിൽ പോയി ഒരു 2-3 വർഷം ഞാൻ തമിഴ് പഠിച്ചിരുന്നു. പിന്നീട് നാട്ടിൽ വന്നതിന് ശേഷമാണ്, ഞാൻ പാടി തുടങ്ങിയ ശേഷമാണ് ശരിക്കും മലയാളം എഴുതി പഠിച്ചത്. കാരണം തമിഴ് നാക്കിലുള്ളതുകൊണ്ട് മലയാളം പാട്ടുകൾ പാടുമ്പോൾ അത് മലയാളമായിട്ട് കേൾക്കാൻ തോന്നിയില്ലായിരുന്നു. അങ്ങനെ ഒരുപാട് പേര് കളിയാക്കിയിട്ടൊക്കെ ഉണ്ട്. പിന്നീട് ഞാനത് തിരുത്തി എടുത്ത് മലയാളം പഠിച്ചത് മലയാളത്തിൽ തന്നെ എഴുതി വായിച്ച് പാടാൻ തുടങ്ങി. അച്ഛൻ്റെ പാട്ടിനെ കുറിച്ച് അറിഞ്ഞു തുടങ്ങിയ ശേഷം വളരെയധികം ഇംപ്രസ് ചെയ്ത അച്ഛൻ്റെ പാട്ട് ഏതായിരുന്നു? 2 വരി മൂളാമോ? എൻ്റെ സംഗീതം എൻ്റെ അച്ഛൻ്റെ സംഗീതമാണ്. അച്ഛൻ്റെ മകനായി ജനിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഭാഗ്യം. ഒപ്പം ഈശ്വരാനുഗ്രഹം കൊണ്ട് സംഗീതം എന്താണെന്ന് മനസ്സിലാക്കാനും അതിലൂടെ അല്പസ്വല്പമൊക്കെ എന്തെങ്കിലും ചെയ്ത് മുന്നോട്ട് പോകാൻ ഉള്ളൊരു ഭാഗ്യവും അനുഗ്രഹവും ഉണ്ടായി. അച്ഛൻ്റെ പാട്ടുകൾ എന്നതിലുപരി ഞാൻ മനസ്സിലാക്കുന്ന അച്ഛൻ്റെ സംഗീതം. ഒരു പാട്ട് പാടിയാൽ അത് ഇവിടെ കൊള്ളും. അത്രത്തോളം ജീവനുള്ള അവതരണമായിരുന്നു അച്ഛൻ്റെ പാട്ടുകൾ. അച്ഛനെ മനസ്സിലാക്കിയവർക്ക് അത് അറിയാം, അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അച്ഛൻ പാടിയ സിനിമാ പാട്ടുകൾ, ഇപ്പോൾ താരകരൂപിണിയാവട്ടെ, നീലനിശീഥിനിയാവട്ടെ, അല്ലെങ്കിൽ പ്രിയമുള്ളവളെ ആവട്ടെ, ഇതെല്ലാം തന്നെ വളരെ ഹൃദ്യമാണ്. അടിസ്ഥാനപരമായിട്ട് ഇത് വല്ലാതെ എമോട്ട് ചെയ്യും നമ്മളെ. ഇപ്പം പ്രിയമുള്ളവളെ എന്നുള്ള പാട്ട് പാടാൻ തുടങ്ങുമ്പോൾ, അല്ലെങ്കിൽ അച്ഛൻ്റെ ശബ്ദം പുറത്തു വരുമ്പം നമ്മൾ മറ്റൊരു ലോകത്തേക്ക് എത്തിപ്പെടും. അതിനെ അവതരിപ്പിക്കുന്ന ഒരു രീതിയുണ്ട്. അതൊരു പക്ഷേ ജന്മനാ കിട്ടിയ ഒരു ജ്ഞാനവും പിന്നെ അച്ഛൻ്റെ അധ്വാനം കൊണ്ട് അച്ഛൻ നേടിയെടുത്ത കുറേ സിംഗിങ്, എന്താ പറയുക, അച്ഛൻ്റെ സിംഗിങ്ങിനെ ഡെവലപ്പ് ചെയ്ത് വന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇതെല്ലാം കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പം അതിലേക്ക് വരുന്ന ഒരു എന്താ പറയുക, ഒരു അനുഭവമുണ്ട് ശ്രോതാക്കൾക്ക്. അത് തന്നെയാണ് എനിക്ക് അച്ഛൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റായിട്ട് തോന്നിയിട്ടുള്ള പാട്ടിൽ. എത്രത്തോളം വൈകാരികമായിട്ട് നമ്മളെ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്നോടൊരു ഇൻ്റർവ്യൂ ചെയ്ത നമ്മുടെയൊക്കെ പ്രിയങ്കരിയായ അഭിനേത്രി മാല പാർവതി ചേച്ചി പണ്ട് കരളി ചാനലിന് വേണ്ടി അച്ഛനെ ഇൻ്റർവ്യൂ ചെയ്യാൻ വന്നിട്ടുണ്ട്. പണ്ട് ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇൻ്റർവ്യൂ നടക്കുന്ന വീട്ടിലാണ്. അച്ഛനന്ന് കുറച്ച് അവശനായിരിക്കുന്ന അവസ്ഥയാണ് ആരോഗ്യപരമായി. ഇൻ്റർവ്യൂ ഒക്കെ മാല ചേച്ചി എടുത്തു കഴിഞ്ഞിട്ട്
ചേച്ചി ഒരു ആഗ്രഹം പറഞ്ഞു, ബ്രഹ്മാൻ ചേട്ടാ എനിക്ക് ചേട്ടൻ്റെ പ്രിയമുള്ളവളെ എന്നുള്ള പാട്ടൊന്ന് പാടിത്തരാമോ. ആ ഒരു വയ്യാഴിക ഉണ്ടായിട്ടും അച്ഛനത് പാടി കഴിഞ്ഞപ്പോൾ ചേച്ചിയുടെ കണ്ണ് നിറഞ്ഞു. ചേച്ചിക്ക് വല്ലാത്തൊരു അവസ്ഥയിലായിപ്പോയി. കാരണം ഈ എന്താ പറയുക, ആ ഒരു അനുഭവം, പ്രണയത്തിൻ്റെ ഒരു അനുഭവം ചേച്ചിയെ വേറെ ഏതൊക്കെ തലങ്ങളിൽ എത്തിച്ചു എന്ന് പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് എല്ലാവർക്കും അച്ഛൻ്റെ പാട്ട് ഏൽപ്പിക്കുന്ന ഒരു അനുഭവമുണ്ട്. അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഏറ്റവും വലിയ ഒരു കലാകാരൻ്റെ ഏറ്റവും മഹത്തരമായ ഒരു കോൺട്രിബ്യൂഷൻ അതായിരിക്കണം എന്നുള്ളതാണ്. അച്ഛൻ്റെ പാട്ടുകളിൽ എനിക്ക് എല്ലാ പാട്ടുകളും ഇഷ്ടമാണ്. എങ്കിലും ചില പാട്ടുകൾ ഞാൻ ഒരുപാട് വേദികളിൽ പാടിയിട്ടുണ്ട്. അതിലിപ്പോൾ പ്രിയമുള്ളവളെ നിനക്കു വേണ്ടി പിന്നെയും നവസ്വപ്നോപഹാരം ഒരുക്കി ഞാൻ നിനക്കു വേണ്ടി മാത്രം പ്രിയമുള്ളവളേ. താങ്ക് യു. നിങ്ങളുടെ ഫാമിലി ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമോ? അച്ഛൻ്റെ കുടുംബത്തെ കുറിച്ച് പറഞ്ഞു തുടങ്ങാം. തിരുവനന്തപുരം ജില്ലയിലെ കടയ്ക്കാവൂർ എന്ന ദേശത്ത് നിലയ്ക്കാമുക്ക് ഭജനമഠം എന്നറിയപ്പെടുന്ന ഒരു ഗ്രാമത്തിലാണ് അച്ഛൻ ജനിക്കുന്നത്. അച്ഛൻ്റെ അച്ഛൻ അറിയപ്പെടുന്ന ഒരു നൗക ഉണ്ടാക്കുന്ന ഒരു വിദഗ്ധനായിരുന്നു. കൂടുതലും അദ്ദേഹം ശ്രീലങ്കയിൽ പണ്ടത്തെ സിലോണിലായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. അച്ചമ്മ ഭവാനി അമ്മാൾ, ഇവർക്ക് 7 മക്കളാണ്. 4 ആണുങ്ങളും 3 പെണ്ണുങ്ങളും. മൂത്ത ആൾ ദേവദാസ്. അദ്ദേഹം അറിയപ്പെടുന്ന ഒരു കാഥികനും സിനിമാ നടനും നാടക നടനും നാടക സംവിധായകനൊക്കെ ആയിരുന്നു. കുറച്ച് രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ പെട്ടെന്ന് പറയാനാണെങ്കിൽ കുമാരസംഭവം എന്ന ചിത്രത്തിലെ ദേവേന്ദ്രനായിട്ട് വേഷമിട്ടത് ബലീച്ചനായിരുന്നു. അതിൻ്റെ താഴെ മറ്റൊരു ചേട്ടൻ വിജയൻ. അങ്ങനെ കുറച്ച് നല്ല കലാവാസനയുള്ള ഒരു കുടുംബമായിരുന്നു. ഇവരെല്ലാവരും തന്നെ പാടും. ഒരാൾ മൃദംഗം വായിക്കും, ഒരാൾ വരയ്ക്കും. അങ്ങനെ ഒരുപാട് കഴിവുകളുള്ള ഒരു കുടുംബമായിരുന്നു അച്ഛൻ്റേത്. പക്ഷേ പാട്ടിന് അച്ഛനായിരുന്നു മുന്നിൽ വന്നത്. അച്ഛൻ കല്യാണം കഴിച്ചത് കൊല്ലത്തുനിന്നായിരുന്നു. എൻ്റെ അമ്മയുടെ നാട്. ഞാനുണ്ടായി. ഫസ്റ്റ് കുട്ടി ഞാനാണ്. എനിക്ക് താഴെ ഒരു അനിയത്തിയുണ്ട്. അനിയത്തി കുറച്ച് പാടും. ഇപ്പോൾ ദുബായിലാണ്, ദുബായിൽ ജോലി ചെയ്യുന്നു. എൻ്റെ അനിയത്തിയുടെ പേര് ആതിര എന്നാണ്. അമ്മയുടെ പേര് ഉഷ എന്നാണ്. പിന്നെ ഞാൻ കല്യാണം കഴിച്ചിരിക്കുന്നത് കോഴിക്കോട് നിന്നാണ്. കോഴിക്കോട് ബാലകൃഷ്ണൻ സുബിത ദമ്പതികളുടെ മകൾ അമൃത ഒരു ഗൈനക്കോളജിസ്റ്റാണ്, ആയുർവേദിക് ഗൈനക്കോളജിസ്റ്റാണ്. ചെന്നൈയിൽ ഒരു കോളേജിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുന്നു. എനിക്ക് 2 പെൺകുട്ടികളാണ്, കുഞ്ഞുങ്ങൾ. മൂത്ത ആൾ 8 വയസ്സ്, പേര് ആത്മിക. രണ്ടാമത്തെ ആൾ 2 വയസ്സ്, അനാഹത. ഇതാണ് എൻ്റെ കുടുംബം. 2 കുട്ടികൾക്കും അച്ഛനെ പോലെ തന്നെ പാട്ടിനോട് താല്പര്യമുണ്ടോ? ആത്മിക പാടും. ഇപ്പോൾ ചെന്നൈയിൽ ശ്യാമള വിനോദ് കുമാർ എന്നറിയപ്പെടുന്ന പ്രശസ്തയായ സംഗീത വിദൂഷി ടീച്ചറിൻ്റെ താഴെ സംഗീതം അഭ്യസിക്കുന്നു. ഇങ്ങനെ 1-2 കവേഴ്സൊക്കെ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ സ്കൂൾ വേദികളിലൊക്കെ പാടുന്നു. പിന്നെ അവരുടെ ട്യൂഷൻ, അതായത് ഈ മ്യൂസിക് ട്യൂഷനിൽ തന്നെ അവർ ചില വേദികളൊക്കെ അറേഞ്ച് ചെയ്യുമ്പോൾ പോയി പാടാറുണ്ട്. രണ്ടാമത്തെ ആൾ ഇങ്ങനെ മൂത്ത ആൾ പാടുമ്പോൾ കൂടെ എന്തൊക്കെയോ മൂളാറുണ്ട്. ഇനി അറിയണം സംഗീത വാസന ഉണ്ടോ ഇല്ലയെന്ന്. നിങ്ങളുടെ സംഗീത ഗുരു അച്ഛനല്ലാതെ പിന്നെ വേറെ ആരൊക്കെയായിരുന്നു? സംഗീതത്തിൽ എൻ്റെ ആദ്യ ഗുരു അച്ഛൻ തന്നെയാണ്. പിന്നീട് ഞാൻ തിരുവനന്തപുരത്തേക്ക് താമസം മാറിയപ്പോൾ വാഴമുട്ടം ചന്ദ്രബാബു എന്നറിയപ്പെടുന്ന സംഗീത വിദ്വാൻ, അദ്ദേഹത്തെ കരിക്കകം ക്ഷേത്രം
ഗാനമേളത്തിൽ വെച്ച് എനിക്ക് പരിചയപ്പെടാൻ സാധിച്ചു. അത് എൻ്റെ പ്രോഗ്രാമായിരുന്നു. ഗാനമേള നടക്കുമ്പോൾ അദ്ദേഹം ബാക്ക് സ്റ്റേജിൽ വന്നിരുന്നു, എന്നെ ഒന്ന് പരിചയപ്പെട്ടു, ഞങ്ങൾ സംസാരിച്ച് തുടങ്ങി. പിന്നീട് അദ്ദേഹത്തിൻ്റെ അടുത്താണ് സംഗീതം പഠിച്ചു തുടങ്ങിയത്. അങ്ങനെ കുറേ അനുഭവം ഉണ്ടായിട്ടുണ്ട്. രണ്ടാമത് ഗുരുനാഥനായ അമ്പലപ്പുഴ വിജയൻ സാറ്, അദ്ദേഹം ഈ അടുത്തിടയ്ക്കാണ് നമ്മെ വിട്ട് പോയത്. അദ്ദേഹത്തിൻ്റെ അടുത്ത് എനിക്ക് ഒരുപാട് പഠിക്കാൻ സാധിച്ചു. പിന്നീട് ഇപ്പോഴും ഞാൻ ചെന്നൈയിൽ ഡോക്ടർ സുന്ദർ, അദ്ദേഹത്തിൻ്റെ അടുത്ത് സംഗീതം പഠിച്ചു വരുന്നു. ഒപ്പം ഡോക്ടർ ശ്യാമള വിനോദ് കുമാർ, എൻ്റെ മകളുടെ ഗുരുനാഥയുടെ അടുത്തും പഠിക്കുന്നു. സിനിമയിൽ ഇതുവരെ എത്ര പാട്ട് പാടിയിട്ടുണ്ടാകും? ഞാൻ ആദ്യമായി സിനിമയിൽ പാടുന്നത് 2006 ജയരാജ് സാറ് സംവിധാനം ചെയ്ത ആനച്ചന്തം എന്ന ജയറാം ചിത്രത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ പാടി തുടങ്ങിയത്. അദ്ദേഹത്തിന് വേണ്ടിയാണ്, ജയറാമേട്ടന് വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യ ഗാനം ആലപിക്കുന്നത്. എൻ്റെ ആദ്യ ഗാനം മലയാളത്തിൽ തന്നെയാണ്. പിന്നീട് രണ്ടാമത് പാടിയത് ഇളയരാജ സാറിൻ്റെ SMS എന്ന സിനിമ, സർജുലൻ സാറ് ഡയറക്റ്റ് ചെയ്ത് വയലാർ ശരത്തേട്ടൻ വരികൾ എഴുതിയ സിനിമയാണ്. പ്രസന്നൻ പ്രൊഡ്യൂസ് ചെയ്ത സിനിമയിലാണ് ഞാൻ രണ്ടാമത് പാടുന്നത്. പിന്നീട് കുറച്ച് സിനിമകൾ പാടി. എടുത്ത് പറയാനുള്ളത് മമ്മൂട്ടി സാർ ആദ്യമായി പ്രൊഡ്യൂസ് ചെയ്ത ജവാൻ ഓഫ് വെള്ളിമല എന്ന സിനിമയിൽ അദ്ദേഹത്തിന് വേണ്ടി എനിക്ക് പാടാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സുഖമുള്ള ഓർമ്മ. പിന്നെ തീർച്ചയായിട്ടും കുറച്ച് നല്ലധികം സിനിമകളിൽ പാടിയിട്ടുണ്ട്. മാഡ് ഡാഡ് എന്ന രേവതി വർമ്മ ഡയറക്റ്റ് ചെയ്ത സിനിമയിൽ പാടി. പിന്നെ രഞ്ജൻ പ്രമോദ് സാറിൻ്റെ രക്ഷാധികാരി ബൈജു ഉപ്പ് എന്ന സിനിമയിലും ബിജി ബാലേട്ടൻ്റെ നല്ലൊരു പാട്ട് പാടി. നേരത്തെ പറഞ്ഞ ജവാൻ ഓഫ് വെള്ളിമലയും ബിജി ബാലേട്ടൻ്റെയാണ് പാടിയത്. പിന്നെ അലക്സ് ഫോളേട്ടൻ്റെ പാട്ടുകളാണ് ഇപ്പം നേരത്തെ പറഞ്ഞ മാഡ് ഡാഡ്, അതിനുശേഷം US ലവിംഗ്ലി, അതൊക്കെ പാടി ഇത്. പിന്നെ പുതിയ കമ്പോസേഴ്സായ വിഷ്ണു വിജയ്, അദ്ദേഹത്തിൻ്റെ സിനിമയിൽ പാടാനുള്ള ഭാഗ്യം കിട്ടി. ഈ അടുത്തിടയ്ക്ക് ഇറങ്ങി വളരെയധികം ഹിറ്റായ പ്രേമലു എന്ന സിനിമയ്ക്ക് വേണ്ടി എനിക്ക് തമിഴിൽ പാടാൻ സാധിച്ചു. പിന്നെ ഇങ്ങനെ ചെറുതും വലുതുമായിട്ടുള്ള പടങ്ങൾ ചെയ്ത് വരുന്നു. റീസെൻ്റ്ലി പാടിയത് മീശ എന്ന സൂരജ് എസ് കുറുപ്പിൻ്റെ സിനിമയിലാണ്. പ്രേമലുവിൻ്റെ 2 വരി ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പാടാമോ? ചായ പാനി തേടലയ റോട്ടരുകെ മേളന്താളം കൊട്ടലയ കാതരുകെ എൻ പ്രേമിക്കുടു നീ സുമ്മ വാരുകേ. താങ്ക് യു. നിങ്ങൾ കന്നഡയിലും പാട്ട് പാടിക്കഴിഞ്ഞല്ലേ? കന്നഡയിൽ ഞാൻ 2 പാട്ട് പാടി വെച്ചിട്ടുണ്ട്, വെയിറ്റിംഗ് ഫോർ ദ റിലീസ്. ഒന്ന് വന്നിട്ട് എമിൽ മുഹമ്മദ് എന്ന വളരെ ഹിറ്റ് കമ്പോസറായ കന്നഡ കമ്പോസറായ എമിലിൻ്റെ പാട്ടാണ് പാടിയിരിക്കുന്നത്. 2 കിരൺ ജോസ് എന്നറിയപ്പെടുന്ന ഒരു കമ്പോസറിൻ്റെ പാട്ടാണ് പാടിയിരിക്കുന്നത്. ഉടനെ പുറത്തിറങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്നു. കർണാടകയുമായി വേറെ ഏതെങ്കിലും ബന്ധങ്ങളുണ്ടോ? എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു നഗരമാണ് ബാംഗ്ലൂർ. എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാര്യം ബാംഗ്ലൂരിൽ താമസിക്കണമെന്നാണ്. പക്ഷേ നമ്മുടെ ജോലി കൂടുതലും നമ്മുടെ നാട്ടിലും ചെന്നൈയിലൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വന്നു പോകാറുണ്ട്. എൻ്റെ വൈഫിൻ്റെ PG കാലത്ത്, അതായത് പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റഡീസ് നടന്ന സമയത്ത് ഞങ്ങൾ 3 കൊല്ലം ഇവിടെ ബാംഗ്ലൂർ വിജയനഗറിൽ താമസിച്ചിട്ടുണ്ട്, ഒരു കോളേജിൻ്റെ അടുത്ത്. 2018, 19, 20 ആ കാലഘട്ടങ്ങളിലായിരുന്നു ഞങ്ങൾ ബാംഗ്ലൂരിൽ താമസിച്ചിരുന്നത്. എൻ്റെ മകൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട നഗരം ബാംഗ്ലൂരാണ്. എൻ്റെ വൈഫിന് ഏറെ ഇഷ്ടപ്പെട്ട നഗരം ബാംഗ്ലൂരാണ്. എൻ്റെ വൈഫിൻ്റെ അമ്മയ്ക്ക് ഇവിടെ ഒന്ന് താമസിച്ചാൽ മതി എന്നാണ് എപ്പോഴും ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും ക്ലൈമറ്റ് ഒരു വലിയ ഫാക്ടറാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ വളരെ ഈസിയാണ്, എല്ലാം കയ്യെത്തും ദൂരത്തുണ്ട്. പിന്നെ ഈ നഗരം ഒരുക്കിയിരിക്കുന്ന രീതി, ഹൗ ഇറ്റ് ഹാസ് ബീൻ ഡിസൈൻഡ് ഇസ് വെരി മച്ച് അപ്രിഷിയേറ്റഡ്. ആകെയുള്ളൊരു ചാലഞ്ച് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ട്രാഫിക് റെഗുലേഷന് മാത്രം എന്തെങ്കിലും ഒരു നോവൽ ഐഡിയ കൊണ്ടുവന്നേ പറ്റൂ. അത് നമുക്കതൊരു കുറ്റമോ കുറവായിട്ടല്ല കാണുന്നത്. ഇത്രയും ജനങ്ങളുള്ള സ്ഥലത്ത് ഒരു പക്ഷേ മെയിൻറ്റെയിൻ ചെയ്യാൻ പാടായിരിക്കാം, പക്ഷേ ഹോപ്പ്ഫുള്ളി സംഡേ ഇറ്റ് വിൽ ബി മാനേജ്ഡ് എന്ന് വിശ്വസിക്കുന്നു. ബംഗളൂരു ഗണേശോത്സവത്തിനാണല്ലോ ഇപ്പോൾ നിങ്ങൾ വന്നിരിക്കുന്നത്. ഈ ഉത്സവത്തിനെ പറ്റി എന്താണ് പറയാനുള്ളത്? ഗണേശോത്സവം ഞാൻ എന്നും ആഗ്രഹിക്കുന്ന, അതായത് എനിക്ക് പെർഫോം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന വളരെ ഒരു പ്രസ്റ്റീജിയസ് ഇവൻ്റാണ് ഗണേശോത്സവം.
ഞാൻ പാടി തുടങ്ങിയ കാലം മുതൽ പരിപാടികൾക്ക് പോയി തുടങ്ങിയ കാലം മുതൽ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് ഇവിടെ ഈ വേദിയിൽ ഒന്ന് പാടണം എൻ്റെ ബാൻഡുമായിട്ട്. ശ്രമിക്കുന്നു, എന്തെങ്കിലും എൻ്റെ ഒരു ഫുൾ ഷോ ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ പ്രാവശ്യം എനിക്കൊരു ഭാഗ്യമുണ്ടായി. വിജയ് യേശുദാസ് അദ്ദേഹത്തിൻ്റെ ഷോയിൽ എനിക്കും 1-2 പാട്ടുകൾ പാടാനുള്ളൊരു ഭാഗ്യം ലഭിച്ചു എന്നുള്ളത്. ഹോപ്പ്ഫുള്ളി ഇറ്റ് വിൽ കം ഔട്ട് ഗുഡ്. താങ്ക് യു. 1-2 കന്നഡ സോങ്സ് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് ഞാൻ പാടി എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. പാട്ട് ഏതാണെന്ന് പറയില്ല, സസ്പെൻസ്. ഈ ഓണത്തിന് വിജയ് യേശുദാസിൻ്റെ കൂടെ പാടി പുറത്തിറക്കിയ പാട്ടിനെ കുറിച്ച് പറയാമോ? ഓണമല്ലേ, അപ്പോൾ ഒരു സംഗീതജ്ഞൻ അല്ലെങ്കിൽ ഒരു ഗായകൻ എന്ന നിലയ്ക്ക് നമുക്ക് എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ചിന്ത എപ്പോഴും ഉണ്ട്. ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ നമ്മുടേതായ കോൺട്രിബ്യൂഷൻസ് ചെയ്യണമെന്ന വിശ്വാസം ഉള്ള ഒരാളാണ് ഞാൻ. മിക്കവാറും ഓണക്കാലത്തൊക്കെ പരിപാടികളായിരിക്കും, യാത്രകളും പരിപാടികൾക്ക് വേണ്ടിയുള്ള യാത്രകളൊക്കെ ആയിരിക്കും. അപൂർവം മാത്രമേ നമുക്ക് വീട്ടിൽ ഓണം ആഘോഷിക്കാൻ കിട്ടാറുള്ളത്. ഒന്നീ ഉത്രാടത്തിന് വീട്ടിൽ കാണും, ഉത്രാടത്തിന് യാത്ര ചെയ്ത് പിറ്റേ ദിവസം തിരുവോണത്തിന് മറ്റെവിടെയെങ്കിലും ആയിരിക്കും പരിപാടി. അത് പരിപാടിയുടെ കാര്യങ്ങൾ. പക്ഷേ എനിക്ക് തോന്നി വൈ ഡോണ്ട് വി ഡു സംതിങ് ഫ്രം അവർ സൈഡ്. അങ്ങനെയാണ് ഞാൻ ഒരു ട്യൂൺ ഉണ്ടാക്കി ഞാൻ വിജയ് യേശുദാസിനെ കേൾപ്പിച്ചു. അപ്പോൾ അദ്ദേഹം അത് കേട്ടിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ രഞ്ജിനി രഞ്ജിനിയോട് സംസാരിച്ചു. രഞ്ജിനിയും പറഞ്ഞാണ് നമുക്ക് എല്ലാവർക്കും കൂടെ ചെയ്യാം എന്ന് പറഞ്ഞു. എൻ്റെ ഒരു ഐഡിയ തന്നെ അതായിരുന്നു. ഞങ്ങളുടെ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു പാട്ടായിട്ട് അത് ഓണക്കാലത്ത് പുറത്തിറക്കണമെന്നുള്ള ആഗ്രഹമായിരുന്നു. താങ്ക് ഗോഡ് അത് ഞാൻ ഈ ഐഡിയ കൺസീവ് ചെയ്ത് വിജയോട് പറഞ്ഞപ്പോൾ തന്നെ വിജയ് അത് വളരെ സിൻസിയറായിട്ട് ഹാർട്ട്ഫുള്ളായിട്ട് ടുക്ക് ഓവർ ഇട്ട് അദ്ദേഹം തന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും നോക്കി പാട്ട് റെക്കോർഡ് ചെയ്തു. നമ്മളത് ഭംഗിയായി ഷൂട്ട് ചെയ്തു. ഇത് ഇപ്പോൾ യൂട്യൂബിലുണ്ട്. ഇറ്റ് ഈസ് ഗെറ്റിംഗ് ഗുഡ് മൊമെൻറ്റം. ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് ഞങ്ങളുടെ പോസ്റ്റർ, ഈ സോങ്ങിൻ്റെ പോസ്റ്റർ സാക്ഷാൽ എ.ആർ.റഹ്മാൻ സാറ് പുള്ളിയുടെ സ്റ്റോറിയിൽ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തു എന്നുള്ളതാണ് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ഹാപ്പിനെസ്. പിന്നെ ഒരുപാട് വിജയുടെ ഫ്രണ്ട്സൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ പാട്ട് കേട്ടവരെല്ലാവരും തന്നെ നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. എല്ലാവരുടെയും അനുഗ്രഹമായിരിക്കാം. നമ്മൾ ഒരു കൂട്ടം സുഹൃത്തുക്കളുടെയൊക്കെ ഒരു ആത്മാർത്ഥമായിട്ടുള്ള ഒരു അധ്വാനം കൊണ്ടാണ് ആ പാട്ട് അങ്ങനെ പുറത്തിറങ്ങിയത്. അപ്പം ഈ മൊമെൻറ്റിൽ ഐ വോണ്ട് ടു താങ്ക് എവറി വൺ. പാട്ട് നന്നായിട്ട് വന്നിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. അത് നിങ്ങളാണ് പറയേണ്ടത്, ശ്രോതാക്കൾ. വളരെ നന്നായി പാടും, മാത്രമല്ല കാണാനും സുന്ദരനാണ്. അപ്പോൾ സിനിമാ നടനാവണം എന്ന ആഗ്രഹമില്ലേ? ഈ 2 കാര്യത്തിൽ എനിക്ക് കമൻസ് ഒന്നുമില്ല, ഈ പാടുമെന്നും അഭിനയിക്കുമെന്നൊക്കെ. എന്നാലും ആഗ്രഹമുണ്ട് സിനിമയിൽ അഭിനയിക്കണം എന്നുള്ളത്. കാര്യം നമ്മൾ അങ്ങനത്തെയൊക്കെ അനുഭവങ്ങളിലൂടെ കടന്നുപോയവരാണ്. അല്ലെങ്കിൽ അത്തരം മഹാരഥന്മാരായ അഭിനേതാക്കളുടെ അഭിനയം കണ്ട് ലഹരി പിടിച്ച് നടക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ മോഹൻലാൽ, ലാലേട്ടൻ്റെ, മമ്മൂക്ക. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു നടനാണ് എൻ പിള്ള സാറ്. പിന്നെ തിലകൻ സാറ്, ജഗതി സാറ്. മാത്രമല്ല തമിഴിലേക്ക് വരുമ്പോൾ അത് കമലഹാസനായി, രജനി സാറിൻ്റെ ഒരു കട്ട തലൈവർ ഫാനാണ് ഞാൻ. അങ്ങനെ ഇവരുടെയൊക്കെ അനുഭവം കണ്ട് ഹൗ ദേ ജസ്റ്റ് ട്രാൻസ്ഫോം ഇൻ ടു ദറ്റ് ക്യാരക്ടർ, ഹൗ ദേ ബ്യൂട്ടിഫുള്ളി ഡു ദെയർ വർക്ക് എന്നൊക്കെയുള്ള കൂടുതലുള്ള പഠനവും അന്വേഷണവും അതുമായിട്ടുള്ള എക്സ്പോഷറൊക്കെ ദിനം പ്രതി നമ്മളെ ഇതിന് പ്രചോദനം തന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ നമ്മളെ എരികേറ്റുക എന്നൊക്കെ പറയില്ലേ, അങ്ങനെ കയറി ഇരുന്നപ്പോഴാണ് എൻ്റെ ഫ്രണ്ട് മനു ആനന്ദ്, അദ്ദേഹം ഗൗതം വാസുദേവ മേനൻ്റെ ചീഫ് അസോസിയേറ്റ് ആയിരുന്നു. അദ്ദേഹം സിനിമ ചെയ്തപ്പോൾ എൻ്റെ ഈ പ്രാന്ത് മനസ്സിലാക്കിയിട്ടുണ്ടാവും. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞ ഒരു റോളുണ്ട് ഒന്ന് ചെയ്ത് നോക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ എനിക്കിതൊരു ഷോക്കിംഗ് ആയിരുന്നു. കാര്യം നമ്മൾ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു ആഗ്രഹം നമ്മളെ മനസ്സിലാക്കി ഒരാൾ അതിങ്ങോട്ട് വെച്ച് നീട്ടുമ്പം എനിക്കത് അത്ഭുതവും സന്തോഷവും സങ്കടവും എല്ലാം ഒരുമിച്ച് വന്നൊരു അവസ്ഥയായിരുന്നു. 2022 പുറത്തിറങ്ങിയ വിഷ്ണു വിശാൽ സ്റ്റാർ ചെയ്ത മെയിൻ വേഷം ചെയ്ത FIR എന്ന സിനിമയിലാണ് ഞാൻ ആദ്യമായിട്ട് അഭിനയിച്ചത്.
ഒരു പോലീസ് ഓഫീസറിൻ്റെ വേഷമാണ് ചെയ്തത്. ആ പടം യാതൊരു മുൻ അനുഭവവും ഇല്ലാതെയാണ് ഞാൻ പോയി ചെയ്തത്. പക്ഷേ ആ ഡയറക്ടർ എന്നിൽ വെച്ച ഒരു വിശ്വാസം, ഞാൻ അദ്ദേഹത്തിൽ വെച്ച ഒരു വിശ്വാസമായിരിക്കാൻ എനിക്ക് വലിയ പരിക്കില്ലാതെ വേഷം ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ്. തമിഴിലെ ഹീറോയായ ആര്യ അഭിനയിച്ച മിസ്റ്റർ എക്സ് എന്ന സിനിമ ഉടനെ പുറത്തിറങ്ങുന്നു. അതിനകത്തും ഞാനൊരു വേഷം ചെയ്തിട്ടുണ്ട്. സിനിമ ഇറങ്ങുമ്പോൾ എല്ലാവരും കാണുക. നല്ല സ്റ്റാർ കാസ്റ്റാണ്, നല്ല സ്റ്റോറിയാണ്, നല്ല മേക്കിങ്ങാണ്, നല്ല ഡിറക്ഷനാണ്, നല്ല പാട്ടുകളുണ്ട്. സിനിമയിൽ ആര്യയോടൊപ്പം നമ്മുടെ പ്രിയപ്പെട്ട മഞ്ജു വാര്യറുണ്ട്, ശരത് കുമാർ, അങ്ങനെ കുറേ ആർട്ടിസ്റ്റുകളുണ്ട്. നല്ലൊരു സിനിമയാണ്, എല്ലാവരും കാണും. ഇനിയും പുതിയ സിനിമകൾക്ക് വേണ്ടി ഞാൻ ഓഡിഷൻസ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, പ്രതീക്ഷിക്കാം. സിനിമയ്ക്ക് വേണ്ടി സംഗീത സംവിധാനം ചെയ്തതിനെ കുറിച്ച് പറയാമോ? ഞാൻ ആദ്യമായിട്ട് മ്യൂസിക് ഡയറക്ടർ സിനിമയ്ക്ക് വേണ്ടി ആകുന്നത് ശങ്കർ രാമകൃഷ്ണൻ ഡയറക്റ്റ് ചെയ്ത 18-ാം പടിക്ക് വേണ്ടിയിട്ടാണ്. ഒരു മൾട്ടി സ്റ്റാർ മമ്മൂട്ടി മൂവിയാണത്. പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഷാജി നടേശൻ ചേട്ടനാണ്, ഓഗസ്റ്റ് സിനിമാസ്. വളരെ അൺഎക്സ്പെക്റ്റഡായിട്ട് നടന്ന ഒരു കാര്യമാണ്. ദോഹയിലൊരു ഷോയ്ക്ക് വേണ്ടിയിട്ട്, ഒരു സ്റ്റാർ നൈറ്റിന് വേണ്ടിയിട്ട് ഞാൻ പോയി. അങ്ങനെ ശങ്കർ രാമകൃഷ്ണനെ പരിചയപ്പെടുന്നു. അദ്ദേഹം പറയുന്നു, നാട്ടിൽ വരുമ്പോൾ എൻ്റെ ഫിലിം ക്യാമ്പിലേക്ക് വരൂ എന്ന് പറയുന്നു. ഞാനവിടെ പോകുന്നു. അദ്ദേഹം എൻ്റെ ഉള്ളിലെ ഒരു പാട്ട് കിട്ടുമെന്നുള്ള പ്രതീക്ഷയായിരുന്നു. പക്ഷേ അദ്ദേഹം എന്നെ ഒരു സോങ് കമ്പോസ് ചെയ്യാൻ ഏൽപ്പിച്ചു. പാട്ട് ഞാൻ കമ്പോസ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഞാൻ പാട്ട് വെറുതെ കീബോർഡിൽ ഇങ്ങനെ വായിച്ച് കൊടുത്തതേ ഉള്ളൂ. 2-3 മാസം കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് അത് പാട്ട് ഷൂട്ട് ചെയ്തു. ഇതെനിക്ക് ഒരു ഷോക്കിംഗ് ആയിരുന്നു. അതെങ്ങനെ, അപ്പോൾ സോറി രാകേഷ്, ഇങ്ങനെ പെട്ടെന്ന് ഷൂട്ട് ചെയ്യേണ്ടി വരുന്നത്, അതെങ്ങനെയാണെന്ന് ഞാൻ അന്തം വിട്ടിരുന്ന. ഞാൻ അദ്ദേഹത്തെ വിളിച്ചു. അപ്പോൾ പറഞ്ഞു, അയ്യോ രാകേഷ്, ചില സാഹചര്യങ്ങളിൽ അത് പെട്ടെന്നൊന്ന് വർക്ക് ചെയ്ത് ഷൂട്ട് ചെയ്യേണ്ടി വന്നു. എനിക്ക് ആദ്യം ഷോക്കായിരുന്നു, പിന്നെ എനിക്ക് ചിരി വന്നു. ഓക്കെ, അപ്പോൾ അത് പെട്ടെന്ന് തന്നെ വരികൾ എഴുതി ആ സിനിമയ്ക്ക് വേണ്ടി പെട്ടെന്നങ്ങ് ആ സീനിന് വേണ്ടി ഷൂട്ട് ചെയ്തെടുത്തു. ശരിക്കും പിന്നെയാണ് ആ പാട്ട് ഒന്നേന്ന് പറഞ്ഞ് കമ്പോസ് ചെയ്തത്, റെക്കോർഡ് ചെയ്തു. റിമി ടോമിയാണ് പാടിയത്. നല്ലൊരു പാട്ടായിട്ട് പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഡയറക്ടറും ഹാപ്പിയാണ് ആ പാട്ടിൻ്റെ കാര്യത്തിൽ. അങ്ങനെയാണ് ഞാൻ മ്യൂസിക് കമ്പോസറാണ് സിനിമയിൽ. നിങ്ങൾ കയ്യിൽ ധരിച്ചിരിക്കുന്ന ഈ മണിമാലയുടെ പ്രത്യേകതകൾ എന്താണ്? ഇതൊന്നുമില്ല, വെറുതെ ഒരു മണിമാല അത്രേ ഉള്ളൂ. ഇത് ഒരുപാട് പേര് ഇപ്പോൾ ഇടാറുണ്ട്. ഇപ്പോൾ അതിന് പല റീസൺസ് ഉണ്ട്. ചില ആളുകൾ അതിനെ വളരെയധികം വിശ്വസിക്കുന്നുണ്ട്. ഇറ്റ് ഹാസ് സയൻസ് ബിഹൈൻഡ് ദിസ് എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പം നമുക്ക് റീസെൻ്റ്ലി അറിയാം, ഒരുപാട് വലിയ വലിയ സ്റ്റാർസൊക്കെ ഇടുന്നുണ്ട്. ഈ ഇട്ടവരോടൊക്കെ ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ദേ ഹാവ് ഹാഡ് ചേഞ്ചസ് ഇൻ ദർ ലൈഫ്. അപ്പോൾ ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് സംതിങ്. ഇതുവരെ നിങ്ങളുടെ വിശേഷങ്ങൾ ഞങ്ങളോട് പങ്കുവച്ചതിന് വളരെ നന്ദി. നിങ്ങളുടെ എല്ലാ പ്രോജക്റ്റുകൾക്കും ആശംസകൾ നേരുന്നു. മലയാള വിസ്മയം എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് എനിക്കൊരു അതിഥിയായി എത്താൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ലോകം അറിയപ്പെടുന്ന ഒരു ചാനലായി മാറട്ടെ, ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ചാനലായി മാറട്ടെ. നല്ല നല്ല വാർത്തകളും നല്ല നല്ല കഥകളും നല്ല നല്ല കാര്യങ്ങളൊക്കെ ഈ ചാനലിൽ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം. മറുനാടിൻ്റെ സ്വന്തം മലർവാടിയായ മലയാള വിസ്മയത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. സബ്സ്ക്രൈബ് ചെയ്യൂ, പ്രോത്സാഹിപ്പിക്കൂ.